ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് തന്നെ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പോലെ തന്നെ നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്തിട്ട് നിലവിൽ നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെറിയൊരു പോക്കറ്റ് മണിയെങ്കിലും ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡിലൻ ആപ്ലിക്കേഷൻസാണ് നമ്മൾ ഇന്നും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അവർ ഗെയിം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ എത്രത്തോളം ആളുകളുണ്ടെന്നും അവർ കാണിക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും. 10 പ്ലെയേഴ്സാണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവർ കിട്ടുന്ന ആ കോയിൻസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എത്ര കോയിൻസ് ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത്ര കിട്ടും, അതുപോലെ 4th വരെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്താ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഗെയിം പ്ലേ ചെയ്ത് നോക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഈ ആപ്ലിക്കേഷൻസൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും ജെനുവിനായിട്ട് യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്യുക മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ഈ ഒരു ഗെയിമിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് കറക്റ്റ് പറയുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർ കാണിക്കുന്നുണ്ട് അതിൽ. ഓക്കെ, നമ്മളെന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ട്. റോൾ 1 ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഓപ്പോസിറ്റുള്ള വ്യക്തി എന്താവും സെലക്ട് ചെയ്യും. നമുക്കൊരു 5 മിനിറ്റ് ടൈം ഉണ്ട് ഈ ഒരു ഗെയിമിന്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് അവർ കാണിക്കുന്നുണ്ട്. എത്ര സ്കോറാണെന്ന് കാണിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഗെയിം ജസ്റ്റ് ഒന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ സ്കോർ എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റോളിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്കോർ ആയിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് റോൾ എടുക്കാം. 3 എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, റോൾ നമ്പർ 2 നമ്മളെടുത്തു. ജസ്റ്റ് റോൾ നമ്പർ 1 നമ്മളെടുത്തു. ഓക്കെ, നമുക്ക് റോൾ ചെയ്താൽ നമ്മളെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇനി വെയിറ്റ് ചെയ്യാം. നമ്മളെ ഓപ്പോണൻറ്റിൻ്റെ ടൈമാണ്. അപ്പോൾ നമുക്ക് റോൾ ചെയ്യുമ്പം എത്ര പോയിൻറ്റ്സ് കിട്ടി എന്നൊക്കെ ടോട്ടലി അവർ കാണിക്കുന്നുണ്ടാവും. എന്തായാലും ഇപ്പം നമുക്കൊരു പോയിന്റ് കിട്ടിയതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓപ്പോണൻറ്റിൻ്റെ ടൈമാണ്. ഇപ്പോൾ ഓപ്പോണൻറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ടൈം എടുത്തിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ടൈം ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 1 മിനിറ്റ് മാത്രമാണ് ഈ ഒരു ഗെയിമിൽ അവശേഷിക്കുന്നത്. നമുക്ക് എന്തായാലും സ്കോർ തപ്പാം. ഓക്കെ, നമുക്ക് 3 റോളിംഗ് എടുക്കാം. ഫസ്റ്റത്തെ റോളിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഒന്ന് റോളിങ് വന്നിട്ടുണ്ട്. ഒരു റോൾ കൂടി ചെയ്യാനുള്ള അവസരമുണ്ട്. സോ നമ്മൾ 3 റോൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ടൈം അവസാനിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടും എന്ന് നമുക്ക് കാണാം. എന്തായാലും ഒക്കെ ടൈം അവസാനിക്കാം. നമുക്ക് ഓൾറെഡി ഇപ്പം 25 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണിക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ കഴിയും. യുവർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നുണ്ട്. പിന്നെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഗെയിം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാതെ എൻഡ് ആക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടയിൽ എൻഡ് ആക്കാനുള്ള ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ ഫസ്റ്റത്തെ ഗെയിമാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റിൻ്റെ ഗെയിമൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര കോയിൻസ് കിട്ടും എന്ന് അവർ കാണിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ വിന്നായിട്ടുണ്ട്. നമ്മുടെ ഓപ്പോണൻറ്റിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം എന്തായിട്ടുണ്ട്, പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളെന്തായിട്ടു സബ്മിറ്റ് സ്കോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളെ പോയിൻറ്റ്സ് നമ്മൾ ക്ലെയിം ചെയ്തു. ടോട്ടലി നമുക്ക് കിട്ടിയ കോയിൻസ് 50 കോയിൻസാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്താ പറ്റും, സിമ്പിളായിട്ട് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും കോയിൻസ്. നമുക്ക് സെക്കൻഡ് പ്രൈസ് എങ്ങനെയാണ് കിട്ടിയതെന്ന് തോന്നുന്നു. സോ 1.5K. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ ലെവൽ 1 കംപ്ലീറ്റ് ചെയ്തു. സിമ്പിളായിട്ട് നമ്മൾ കോയിൻസ് ഏൺ ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ്ട്രാ റിവാർഡായിട്ട് 50 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോയിൻസ് തന്നെ ഒരൊറ്റ ഗെയിമിൽ നമുക്ക് പ്ലേ ചെയ്തിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 5 ആൾ ഉള്ള ഗെയിംസ് അവൈലബിൾ ആണ്. മറ്റ് ഗെയിംസ് ഇതിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ വിൻ ചെയ്ത സ്ഥിതിക്ക് എന്തായിട്ട് നമുക്കിവിടെ എത്രത്തോളം പ്രൈസാണ് അവർ തരുന്നത് നോക്കാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വെൽക്കം ബോണസൊക്കെ പോലെ അവർ നമ്മൾ ഫസ്റ്റ് ഗെയിം ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസാണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നെ അവർ ഒരൊറ്റ ഗെയിം കളിച്ചപ്പോൾ തന്നെ നമുക്ക് എത്ര $2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പേപ്പാൽ ത്രൂ നമുക്ക് വിഡ്രോ ചെയ്യാം. സോ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കൂടി ഒരു ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഒരൊറ്റ ഗെയിം മാത്രമാണ് കളിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു ഗെയിമിൽ തന്നെ അത്യാവശ്യം എനിക്ക് എന്തായിട്ടുണ്ട് കോയിൻസും കാര്യങ്ങളും ഞാൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ മറ്റു ഓൺലൈൻ ഗെയിംസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഡെയിലി കളിക്കാം. 10 പ്ലേയേഴ്സ് 5 പ്ലേയേഴ്സൊക്കെ ഉള്ള ഗെയിം ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്.
പിന്നെ ബബിൾ ഗെയിംസ് ഇതിൽ അവൈലബിൾ ഉണ്ട്. ഒരുപാട് ഗെയിംസ് ഇവിടെ ലോക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിൻഗോൻ്റെ ഗെയിം ജസ്റ്റ് ഒന്ന് നമുക്ക് കിട്ടുമോ നോക്കാം ഫ്രീ ആയിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഗെയിംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ നെറ്റ് ഇഷ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഗെയിംസൊക്കെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കളിക്കാൻ ശ്രമിക്കും. ഇപ്പം ചെറിയൊരു റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിലൊന്നും ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളിച്ച ഗെയിമിൽ തന്നെ അത്യാവശ്യം നമ്മൾ കുറച്ചൊക്കെ ടൈം എടുത്തിട്ടാണെങ്കിലും കൂടുതൽ കോയിൻസ് നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി റിസൾട്ട് എന്ന ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മളിപ്പോൾ ഏൺ ചെയ്തതിന് പുറമെ അവരെന്ത് ചെയ്യും, നമുക്ക് എക്സ്ട്രാ അത്യാവശ്യം പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവരെ കീഴിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ നിങ്ങൾ ഓരോ ഗെയിം കളിക്കുന്നതിനനുസരിച്ചാണ് അവർ തരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റൊക്കെ നമുക്ക് സിമ്പിളായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും. ഓക്കെ, പിന്നെ മിഷൻ എന്ന ഓപ്ഷനിലാണ് അത് വരുന്നത്. പിന്നെ നമുക്ക് ഷെയറിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ ലോഡാണ്, കുറച്ച് ടൈം എടുക്കുക ലോക്ക് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്ത് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വിഡ്രോ ചെയ്യുന്ന ഓപ്ഷൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ വിഡ്രോ എനിക്ക് വരുന്നത് $2 മുതൽ നമുക്ക് വിഡ്രോവൽ വരുന്നത്. അപ്പോൾ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ 14 ദിവസത്തിനുള്ളിലൊക്കെ ആയിട്ടാണ് ഫണ്ട് കിട്ടുമെന്ന രീതിയിൽ അവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഓപ്ഷന് പേപ്പാലാണ്. അപ്പം നമുക്ക് പേപ്പാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. വിഡ്രോയിൻ്റെ ടൈം $2 ആയാലും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം 1.64 ആണ് നമ്മളെ വാലറ്റിൽ ഉള്ളത്. നമുക്ക് ഫീസോ കാര്യങ്ങളായിട്ടൊന്നും അങ്ങനെ അവർ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. എന്തെങ്കിലും കുറച്ച് ടൈം എടുക്കും നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ എന്ന ഓപ്ഷനിൽ ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഗെയിംസൊക്കെ കളിച്ചിട്ട് ഏൺ ചെയ്യുക. നമുക്ക് സിമ്പിളാണ് എന്തായാലും. അപ്പോൾ ഈ ഗെയിമിൽ നമ്മൾ ഫസ്റ്റത്തെ ഗെയിം ഒന്നുകൂടി എടുത്ത് നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഷോ ഇപ്പോൾ ചെറിയൊരു നെറ്റ് ഇഷ്യൂ കാര്യങ്ങളുണ്ട്, അപ്പോൾ ലെവൽസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്, ഗെയിം കളിച്ച് ഏൺ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.